ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മെയ് 1 കേരള ബോക്സ് ഓഫീസിൽ അടുത്ത 200 കോടി ചിത്രം ഇറങ്ങാൻ പോവുകയാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തുന്ന പേട്രിയോട്ട് എന്ന ചിത്രമാണ്. ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ വരികയാണ്. ചരിത്രത്തിലാദ്യമായി മമ്മൂട്ടിയും മോഹൻലാൽ ഫാൻസ് ഒരുമിച്ച് കൈകോർക്കുന്നു എന്നുള്ള കാര്യം, അതെ, അത് തന്നെയാണ് ഫാൻസ് പവർ. നമുക്കറിയാം, പലപ്പോഴായി അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റുകളുമായി 50 വർഷം കടന്നു പോവുകയാണ്. അതിനിടയിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഫാൻ ഫൈറ്റിലൂടെയാണ് ഇവർ രണ്ടുപേരും ഇന്നും മലയാളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടന്മാരായി നിൽക്കുന്നത്. എല്ലാ സൂപ്പർ താരങ്ങൾക്കും ഫാൻസ് ഉണ്ട്, ഫാൻ ഫൈറ്റുമൊക്കെ നടക്കുമെങ്കിലും ഇവരുടെ ഫാൻസിൻ്റെ പ്രത്യേകതയും ഇത് തന്നെയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ വേറെ ഒരു നായകന്മാരുടെയും ഫാൻസ് ഇങ്ങനെ കൈകോർത്തിട്ടുണ്ടാകില്ല. ഇപ്പോൾ തൃശ്ശൂരിൽ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. തൃശ്ശൂരിൽ അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ തമ്മിലൊരു ചർച്ച നടക്കുകയും എല്ലാവരും ഒരുമിച്ച് പാട്രിയോട്ടിന് വേണ്ടി ഇറങ്ങുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇനി നടക്കാൻ പോകുന്നത് ചരിത്ര സംഭവമായിരിക്കും. ഈ രണ്ട് നടന്മാരെക്കുറിച്ച് പറയാൻ വേറെ ഒന്നുമില്ല നമുക്ക്, കാരണം അത്രത്തോളം ഗംഭീരമാണ്. ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഇന്നൊരു പക്ഷേ വേൾഡ് ക്ലാസ്സിൽ മികച്ചു നിൽക്കുന്ന രണ്ട് നടന്മാർ 50 വർഷമായി ഒരുമിച്ച് അഭിനയിക്കുന്നു. 55ാമത്തെ ചിത്രമാണ് ഇത് ഒരുമിച്ചെത്തുന്നത്. ഇവർ ഒരുമിച്ചെത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അത് മലയാളിക്കെന്നും ഒരു വിസ്മയം തന്നെയായിരിക്കും. എത്ര കാര്യം കണ്ടാലും എത്ര നേരം കണ്ടാലും മടുക്കാത്ത രണ്ട് പേർ ഒരുമിക്കുമ്പോഴൊക്കെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. കടലും ആനയും പോലൊക്കെ തന്നെയാണ് ഇവരെ ഒരുമിച്ച് കാണുമ്പോൾ ഓരോ മലയാളിക്കും. എത്ര വലിയ ഹേറ്റേഴ്സിനും ഇവരെ ഒരുമിച്ച് കാണുമ്പോൾ അതൊരു മനസ്സിലറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷവുമാണ്. അങ്ങനെ ഇവർ ഒരുമിക്കുമ്പോൾ ഫാൻസുകാർ കൂടി ഒരുമിക്കുകയാണെങ്കിൽ ഏത് റേഞ്ചിലായിരിക്കുമെന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതെ, ഒരു സ്ഥലത്ത് മോഹൻലാൽ ട്രെയിലർ ലോഞ്ച് ചെയ്തപ്പോൾ മറ്റു സ്ഥലത്ത് മമ്മൂട്ടി ലോഞ്ച് ചെയ്തു ഒരേ സമയത്ത്. ഇവിടെ ഫാൻസുകാരും ഒരുമിക്കുമ്പോൾ ബാക്കി കേരളത്തിൽ മുഴുവൻ അങ്ങനെ അങ്ങ് ഒരുമിച്ചാൽ നമുക്കൊരു കാര്യം ഒരുപക്ഷെ ഒരുമിക്കാനുള്ള ഏറെ ചാൻസുകളും കാണുന്നു. തൃശ്ശൂരാണ് അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ മെയ് 1 തിയേറ്റർ മാത്രമല്ല കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ കാണാത്ത ഒരു ചരിത്രം പിറക്കുകയായിരിക്കാം. ഒരുപക്ഷെ ആദ്യ ദിനം 15-20 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ വാരിക്കൂട്ടാനും ചാൻസുകളേറെയാണ്. മുഴുവൻ തിയേറ്ററുകളിലും ഈ സിനിമ നിറഞ്ഞോടാനും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും മഹേഷ് നാരായണൻ ഒരുക്കുന്ന വമ്പൻ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് പാട്രിയോട്ട്. വമ്പൻ താരനിരയോടുകൂടി വരുന്നു. നയൻതാര ഉൾപ്പെടെയുള്ള അതിഗംഭീര താരനിരയാണ് വരുന്നത്. അപ്പോൾ കാത്തിരിക്കാം. ഈ ഒരു ഒരുമിക്കൽ, അതെ, ഇത് തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ ഫാൻസിൻ്റെ പ്രത്യേകത. പലപ്പോഴും അവർ ഫാൻ ഫൈറ്റ് നടത്തുമെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ, ഒരു ബർത്ത്ഡേയോ ഒരു പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ 99% ഫാൻസും ഒരുമിക്കാറുണ്ട്. പിന്നെ ടോക്സിക് ഫാൻസ് ഉണ്ട് രണ്ടിലും. അവർ ഈ പറഞ്ഞ പോലെ വാളിപ്പിള്ളേരെ നമുക്ക് ചവിട്ടി ദൂരെ കളയാം. അവരൊഴികെ ബാക്കി എല്ലാവരും എപ്പോഴും ഒരുമിച്ച് തന്നെയായിരിക്കും. ഫാൻ ഫൈറ്റുകൾ വേണം, എന്നാലേ ഗ്രോത്ത് ഉണ്ടാകുകയുള്ളൂ എന്ന് ഇവർക്ക് തന്നെ അറിയാം. അങ്ങനെ ഫാൻസ് അസോസിയേഷനുമായി ഇവർ രണ്ടുപേരും ഇറങ്ങിയപ്പോൾ അത് തന്നെയാണ് അവരുടെ പൊട്ടൻഷ്യലുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ വരുന്ന മെയ് 1 ആരൊക്കെയാണ് ഒരുമിച്ച് ഉണ്ടാവുക? വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.